നമസ്കാരം എല്ലാവർക്കും. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ് അല്ലെ. അതായത് ഇപ്പോൾ ഞാൻ പാലക്കാടാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. ഇന്ന് രാവിലെയാണ് വളരെ ചെറിയ രീതിയിലൊരു ശമനം ഉണ്ടായിരുന്നത്. വീണ്ടും ഉച്ചയായപ്പോഴേക്കും സാധാരണ പോലെ തന്നെ മഴ പെയ്തു തുടങ്ങി. നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാം. എന്തായാലും എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ. അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് KSFE പുതിയ ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ, അതായത് OTS. അപ്പൊ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നേക്ക് OTS ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് ഉപകാരമാവുകയും ചെയ്തു. അപ്പൊ ഇത്തവണ ഈ 2024 ഓഗസ്റ്റ് 1 തൊട്ട് 30/9/2024, അതായത് 2 മാസം, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. 60 ദിവസമാണ് ഈ ഒരു OTSന്റെ കാലാവധി. അപ്പൊ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ആരൊക്കെയാണ് എലിജിബിൾ ആവുക എന്ന് വെച്ചാൽ 2018 മുന്നേ ചിട്ടികളോ ലോണോ പെൻഡിങ് ആയവര്, അവരിപ്പോഴും കുടിശ്ശികയിൽ തുടരുന്നവർക്കാണ് ഈ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാവുക. അതായത് 50% മുതൽ 25% വരെ പലിശയിൽ വലിയൊരു ഇളവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ആ പലിശ ഇളവ് എന്നുള്ളതും അതിന്റെ കാലാവധിയും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ കാണുക, ഡേറ്റ് കൃത്യമായി കാണുക. അതായത് 2018 മുന്നേ തൊട്ട് 30/9/2023 വരെയുള്ള ചിട്ടിയിലോ ലോണിലോ കുടിശ്ശിക വരുന്നവർക്ക് വളരെയധികം ആനുകൂല്യം ലഭിക്കുന്ന പലിശയുടെ ഇളവാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയെ കൊണ്ട് KSFE ഈ 2 മാസം കാലാവധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ആർക്കൊക്കെ എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ചിട്ടിയാവട്ടെ ലോൺ ആയിക്കോട്ടെ, അത് വസ്തു ജാമ്യമായിട്ടോ സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യമായിട്ടോ വച്ച് കുടിശ്ശിക ഉള്ളവർക്കാണ് ഈ സ്കീം കൊണ്ട് ഉപകാരപ്രദമാവുന്നത്. എത്ര ശതമാനമാണ് പലിശയിൽ ഇളവുള്ളതെന്നും ഏതൊക്കെ കാലഘട്ടത്തിൽ തുടങ്ങിയ കുടിശ്ശിക വരുത്തിയ ചിട്ടികളിലോ ലോണിലോ ആണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി എൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2024 എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ തുക അടച്ച് ക്ലോസ് ചെയ്യാം. അതായത് ഒറ്റത്തവണ അല്ലാതെ ഈ 2 മാസം കൊണ്ട്, ഈ 60 ദിവസം കൊണ്ട് 3 or 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പോലും ഈ പലിശ ഇളവ് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ലോൺ അല്ലെങ്കിൽ ചിട്ടിയുടെ കുടിശ്ശിക തീർക്കാനുള്ള വലിയൊരു സുവർണ അവസരമാണ് KSFE ആശ്വാസ് 2024. ഇതുകൂടാതെ ആശ്വാസ് 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ചിട്ടി ലോൺ. അതായത് നിങ്ങൾ ചിട്ടി ചേർന്നു, ഈ ചിട്ടി ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് ചിട്ടി ലഭിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫിഗറിലേക്ക് എത്താത്തതുകൊണ്ട് നിങ്ങൾ ആ ചിട്ടിയിൽ നിന്ന് ലോൺ എടുക്കുകയും ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൃത്യമായി അടച്ചു പോവുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു 5000 100 മാസത്തെ ഒരു ചിട്ടി ചേർന്നു, 5-ാം മാസം നിങ്ങൾക്ക് ചിട്ടി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 2.5 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തു, ചിട്ടി തുകയും ലോണിന്റെ ഇൻട്രസ്റ്റും നിങ്ങൾ കൃത്യമായി അടച്ചു പോവുകയാണ്. 60 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിട്ടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എടുത്ത ലോണിന്റെ നേരെ ഇരട്ടിയായി നിങ്ങളുടെ അടവെങ്കിൽ തീർച്ചയായിട്ടും ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാര്യം ഈ ഒരു ആശ്വാസ് 2024 അത് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം വളരെ എന്താ പറയാ, വലിയ വലിയ ചിട്ടികളിൽ നിന്ന് ലോൺ എടുത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യവും കൂടെയാണ്. അതായത് പൊതുവെ ആശ്വാസ് 2024 നോക്കുന്ന സമയത്ത് OTS എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും, അതായത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ ഇൻസ്റ്റാൾമെന്റ് സഹിതം നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഒരു രീതി
ന്യൂ ചിട്ടി ലോൺ എടുത്തവർക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യത. കൂടാതെ അതായത് നമ്മുടെ പാൻഡമിക്കിനൊക്കെ മുന്നേ ഉള്ള കുടിശ്ശിക വരെ നിങ്ങൾക്ക് വലിയൊരു തുകയിൽ നിന്നും 50% വരെ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ഗുണകരമായ ഒരു സ്കീമാണ് KSF-യുടെ ആശ്വാസ് 2024. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യം നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നാളെ ഓഗസ്റ്റ് 1-ാം തീയതിയാണ്, നാളെയാണ് ഈ സ്കീം പ്രാബല്യത്തിൽ വരുന്നത്. 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നാളെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ചിൽ പോവുക. നിങ്ങളുടെ ലോൺ, നിങ്ങളുടെ കുടിശ്ശിക, ചിട്ടിന്നാവട്ടെ ലോണിന്നാവട്ടെ, അത് ക്ലോസ് ചെയ്യാനുള്ള സുവർണ അവസരം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് ഉപയോഗിക്കുക. കൃഷികളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് KSF-ന്റെ ചിട്ടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും അമൂല്യമായ ഒരവസരമായിട്ട് KSF-യുടെ ആശ്വാസ് 2024 നിങ്ങൾ കണക്കാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം. പതിവ് പോലെ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് തൊട്ടടുത്ത ദിവസം നാളെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. കൂടാതെ ഞാൻ ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കാം. കൂടാതെ നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.